ഹലോ നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ അനന്തു. അപ്പോൾ നമുക്കറിയാം, ഈ വരുന്ന മെയ് മാസത്തോടു കൂടി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് ടൈപ്പിസ്റ്റ് പരീക്ഷകൾ, അല്ലേ? അപ്പോൾ ഈ ടൈപ്പിസ്റ്റ് പരീക്ഷകളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരീക്ഷ വളരെയധികം എന്താ വെച്ചാൽ ഈ ഉദ്യോഗാർത്ഥികൾ വളരെ കുറവായിരിക്കും. അതായത് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ അപേക്ഷകരുടെ എണ്ണം പൊതുവെ എന്താണ് താരതമ്യേന സാധാരണ ഒരു LD ക്ലർക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും. പക്ഷെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം ഉള്ള ഒരു പോസ്റ്റാണ് ടൈപ്പിസ്റ്റ് പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ടൈപ്പിസ്റ്റ് പരീക്ഷകളുടെ കട്ട് ഓഫ്, അതുപോലെ തന്നെ അവസാനത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ്, ഇത്തരം കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മളുടെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വേരിയസ് പോസ്റ്റിലേക്കുള്ള പ്രധാനപ്പെട്ട അഡ്വൈസ് ഡീറ്റെയിൽസും ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, LD ടൈപ്പിസ്റ്റ് ആണ്, ഡിപ്പാർട്ട്മെന്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതുപോലെ 10/11/2020 ആണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നോക്കിക്കേ, 158 അഡ്വൈസുകൾ ഈ പറയുന്ന 13/3/2023 വരെ ഇതുവരെ എന്തിൽ പോയിട്ടുണ്ട്? ഈ ടൈപ്പിസ്റ്റ് പരീക്ഷയിലേക്ക് പോയിട്ടുണ്ട്. 158 അഡ്വൈസുകളാണ്. ഏതാണ്ട് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് എന്നാണ് 13/3/2023. നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കിക്കേ, വളരെയധികം സാധ്യത അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും 104, ഈ കാറ്റഗറിയിൽ നിന്നും 111, SC ST-യിൽ നിന്ന് നോക്കിക്കേ, സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും SC കാറ്റഗറിയിൽ 4 പേരെയും, ST നോക്കിക്കഴിഞ്ഞാൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 3 പേരെയും എടുത്തതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഓരോ വേരിയസ് കാറ്റഗറിയും നിങ്ങൾക്ക് എന്താ ഇതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ SC ST കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ സപ്ലിമെന്ററിയിൽ നിന്ന് വരെ 4 പേര് 3 പേര് എന്ന രീതിയിൽ തുടർന്നു. ഇപ്പോഴും ലിസ്റ്റ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 158ഓളം പേർക്ക് അഡ്വൈസ് തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ പ്രത്യേകത ഞാൻ പറയും പോലെ തന്നെ ഇതിന്റെ സാധാരണ ഒരു LD ക്ലർക്ക് പരീക്ഷ പോലെ അല്ലെന്ത് ഇതിന്റെ സിലബസ് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൂടി നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഒരു സിലബസ് അനാലിസിസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിലബസ് നമുക്കൊന്ന് നോക്കിയിട്ട് ഇതിന്റെ അനാലിസിസിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതിന്റെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, മറ്റുള്ള പരീക്ഷകൾ പോലെ അല്ല ഇതിന്റെ സിലബസ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? ജനറൽ നോളജ് എന്ന് പറയുന്ന വിഷയം, ജനറൽ നോളജും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും കൂടി ചേർത്താൽ പോലും നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 10 മാർക്കാണ് അതിനുള്ളത്. അതായത് GK ടോപ്പിക് എന്ന് പറയുന്നത് എത്രയാണ്? 10 മാർക്കിനാണ് GK ടോപ്പിക് ഉള്ളത്. എന്നാൽ അതിൽ നിന്നും മാറി നോക്കിയാൽ നോക്കിക്കേ, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന വിഷയത്തിന് 40 മാർക്കും, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന വിഷയത്തിന് 10 മാർക്കും ചേർന്ന് അവിടെ തന്നെ എന്താണ് 50 മാർക്കുകളാണ് ഇവിടെ പോകുന്നത്. അതായത് 50% മാർക്ക് ഈ 2 കാര്യങ്ങൾക്കായി മാറുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ജനറൽ ഇംഗ്ലീഷ് ആണ് ഏറ്റവും അധികം മാർക്ക് പറയുന്നത്. ജനറൽ ഇംഗ്ലീഷും അതുപോലെ റീജിയണൽ ലാംഗ്വേജും, ഇത് രണ്ടും കൂടി എത്ര ഉണ്ട്? 40 മാർക്ക്. ഏതാണ്ട് 90 മാർക്കും എന്താണ് നമുക്ക് മറ്റു സബ്ജക്റ്റുകളാണ്. പക്ഷേ ഇതിലെ ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ് എന്നിവ നമ്മൾ മറ്റു പരീക്ഷകൾക്ക് പഠിക്കും പോലെ തന്നെയുള്ള ടോപ്പിക്ക് തന്നെയാണുള്ളത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്കും ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന വിഷയം 10 മാർക്കുമാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 90 മാർക്കാണ്, 10 മാർക്ക് മാത്രമാണ് എന്ത് GKക്കുള്ളത്. അപ്പോൾ എന്താണ് ഇതിലെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ 40 മാർക്കിനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 40 മാർക്കിനാണ് എന്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന വിഷയമുള്ളത്. അതിനകത്ത് പ്രധാനമായും കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേർഡ് 2007, എക്സൽ 2007, പവർ പോയിന്റ് 2007, ഇതിനെ 3നെ കുറിച്ചുള്ള അവബോധമാണ് നിങ്ങൾക്ക് ബേസിക്കലി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നു ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ ഇമെയിൽ എന്താണ്, സ്റ്റോറേജ് ഡിവൈസസ് എന്താണ്, ബ്രൗസർ എന്താണ്, സെർച്ച് എഞ്ചിൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അറിയണം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ MS വേർഡ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അതിനകത്തുള്ള അണ്ടർലൈൻ എന്താണ്, ജസ്റ്റിഫൈ എന്താണ്, ബുള്ളറ്റ്സ് എന്താണ്, അതെങ്ങനെയാണ് വരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കുന്നു. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സൽ എന്താണെന്നാണ്.
ഓക്കെ, ആഡിങ് ആൻഡ് റിമൂവിങ് വേർഡ് ബുക്ക്, റോസ് ആൻഡ് കോളംസ്, അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പവർ പോയിന്റ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുന്നു. അങ്ങനെ ഏതാണ്ട് 40 മാർക്ക്. ശരിക്കും നമ്മൾ റെഗുലർ ലൈഫിൽ മിക്കപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ 3 സാധനം അല്ലെ. വേർഡ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും എന്താണ് നമ്മൾ റെഗുലർ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് നമ്മൾ പഠിക്കുന്ന കാലത്താണെങ്കിലും ഒക്കെ പക്ഷേ നമുക്ക് എന്താണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇത്തരം ലിങ്ക്സും കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയാൻ സാധ്യതയില്ല. പക്ഷേ എന്താണ് നമ്മളത് പഠിച്ചാൽ വളരെ എളുപ്പം ഈ ഒരു 40 മാർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. 40 ഇല്ലെങ്കിൽ പോലും ഒരു 10-30 മാർക്കോളം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ലഭിക്കും. അത് കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ടൈപ്പ് റൈറ്റിംഗിൽ 10 മാർക്കിന് ചോദിക്കുന്ന പാർട്സ്. എന്താണ് ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, കീസ് ഓഫ് ടൈപ്പ് റൈറ്റർ എന്താണ്, അതുപോലെ പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റേഴ്സ് എന്താണ്, ക്ലീനിങ് ഓഫ് എ ടൈപ്പ് റൈറ്റർ എന്താണ്, റോക്കർ മെക്കാനിസം, ഡോഗ് ബ്ലോക്ക്, ഇങ്ങനെയുള്ള പർട്ടിക്കുലർ വേർഡ്സും മാത്രം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒരു 10 മാർക്കിന് പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 50 മാർക്ക്. അപ്പോൾ ഒരു 30-ൽ എന്താണ് ഒരു 35 മാർക്കോളം ഈ പറയുന്ന 50 മാർക്കിൽ നിന്നും സ്വന്തമാക്കാം. ബാക്കി നിങ്ങൾക്കറിയാം ജനറൽ ഇംഗ്ലീഷിന് വരുമ്പോൾ അതിനകത്ത് കോംപ്രിഹെൻഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 2 മൊഡ്യൂളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷ് യൂസേജ് ഇൻ എ ഡേ ടു ഡേ അഫയേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മൊഡ്യൂൾ 4 ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ്, അതുപോലെ മൊഡ്യൂൾ 6 എന്താണ് ബേസിക് ഗ്രാമർ, ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ടെൻസ്, ക്ലോസസ്, ഫ്രേസൽ വെർബ്, ഇത്തരം കാര്യങ്ങളാണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. 20 മാർക്കാണ്. അതുപോലെ 7, 8, 9 എന്നിങ്ങനെയുള്ള മൊഡ്യൂൾസ് പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, സ്പെൽ ചെക്ക്, എങ്ങനെയുള്ള കാര്യങ്ങൾ. ശരിക്കും നമ്മൾ സാധാരണ മറ്റുള്ള PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ചധികം എന്താണ് ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഭാഗങ്ങൾ കൂടി എന്തിലുണ്ട്? ഇംഗ്ലീഷിലുണ്ട്. പിന്നെ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതപദം, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ഇത്തരം കാര്യങ്ങൾ ചേർത്തെഴുതുക. ഇങ്ങനെ നമ്മൾ റെഗുലറായി PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ത് ഇതിനകത്ത് ചോദിച്ചു വരുന്ന സിലബസിലുള്ളത്. പക്ഷെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എത്ര അഡ്വൈസുകൾ വരും, എത്രത്തോളം പോസ്റ്റുകൾ ഇതിനകത്തേക്ക് വരുന്നു, ഇതിന്റെ ഒരു സാധ്യത എന്താണെന്നാണ് ഇനി നമുക്ക് റീചെക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അഡ്വൈസ് ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു. അഡ്വൈസ് ഡീറ്റെയിൽസ് എത്രയാണ്? 158 അതിനകത്ത് ഓപ്പൺ കാറ്റഗറി 104 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്? ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നും 111 പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ SC ST കാറ്റഗറിയിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ രീതിയിലാണെല്ലാം പോകുന്നത്. അതുപോലെ LC എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തലിക്സ് ആണ് 231, മറ്റ് അതർ ബാക്ക്വേർഡ് കാസ്റ്റ് 122, വിശ്വർമ്മ കാസ്റ്റ് എന്ന് പറയുമ്പോൾ 152. ഇത്തരം രീതിയിലാണ് എന്ത് ഇതിൽ വരുന്നത്. അതുപോലെ SCCCക്കകത്താണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഒരാളെ എടുത്തിട്ടുള്ളതായിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിൽ എന്താണ് ഇതിന്റെ അപ്പോയിന്റ്മെന്റുകളും അതുപോലെ അഡ്വൈസും പോകുന്നത്. വളരെ പെട്ടെന്ന് കുറേ അധികം ആൾക്കാർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഇത് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ്. ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ടൈപ്പ് റൈറ്റിംഗിന്റെ ഓരോ ഭാഗത്തെയും കട്ട് ഓഫുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, കട്ട് ഓഫുകൾ നോക്കിക്കേ. ടൈപ്പ് റൈറ്റിംഗ് തിരുവനന്തപുരം കാറ്റഗറി എടുത്തു കഴിയുമ്പോൾ നോക്കിക്കേ കട്ട് ഓഫ് 64 ആയിരുന്നു. 64 തിരുവനന്തപുരം ജില്ലാ വൈസ് ഉള്ളതിൽ തിരുവനന്തപുരം നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ 280/2018 കട്ട് ഓഫ് 64 ആയിരുന്നു. അതേ സ്ഥാനത്ത് അത് എറണാകുളത്തേക്ക് വരുമ്പോൾ കട്ട് ഓഫ് 57 ആയിരുന്നു. ആ ഒരു വ്യത്യാസമാണ് അവിടെ വന്നത്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് സ്റ്റേറ്റ് വൈഡ് കാറ്റഗറിയിലേക്ക് വന്നപ്പോൾ കട്ട് ഓഫ് 74-ഉം അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒരു ടൈപ്പിസ്റ്റ് വന്നപ്പോൾ അതിന്റെ 67-മാണ്. നിങ്ങൾ നോക്കിക്കേ 64, 57, 74, 67. അപ്പോൾ ഏതാണ്ട് നമ്മളുടെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 55 മുതൽ ഒരു 80 മാർക്കിനുള്ളിൽ വരെ നമ്മളുടെ എന്താണ് മാർക്ക് റേഞ്ച് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കാണാം. 55 മുതൽ ഒരു 80 മാർക്ക് വരെ എന്താണ് നിങ്ങൾക്ക് മാർക്ക് റേഞ്ച് കാണാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും മിനിമം കട്ട് ഓഫ് ഈ ഒരു റേഞ്ചിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 64 ഏറ്റവും മിനിമം കട്ട് ഓഫ് ആണ്. അത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു, ജില്ലാ വൈസ് ആയിരുന്നു. സ്റ്റേറ്റ് വൈഡിലേക്ക് വരുമ്പോൾ എത്ര ആയത്? 10 മാർക്ക് കൂടെ അധികം വന്നിട്ടുണ്ട് അല്ലെ. 74 അതിന്റെ കട്ട് ഓഫ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, വിവിധ പോസ്റ്റുകളിലേക്കാണെങ്കിൽ പോലും ആ ഒരു കട്ട് ഓഫ് റേഞ്ച് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മിനിമം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 80 മാർക്കിനെങ്കിലും എന്താണ് പഠിക്കുക എന്നതാണ് ഈ ഒരു പരീക്ഷയിൽ. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ഞാൻ ഈ പറയും പോലെ തന്നെ കമ്പ്യൂട്ടർ ആണെങ്കിലും ടൈപ്പ് റൈറ്റിംഗ് ആണെങ്കിലും അത് രണ്ടും കൂടി 50 മാർക്കിന് ചോദിച്ചാൽ അതിലൊരു
35 മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് അത്യാവശ്യം പഠിച്ചാൽ വാങ്ങാവുന്ന ഒരു മാർക്കാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 15 മാർക്കിലധികം എന്തായാലും വാങ്ങാനാവുന്ന കഴിയുന്നതാണ്. അതുപോലെ മലയാളം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മലയാളം 20 മാർക്ക് ചോദിച്ചാൽ അതിനൊരു 18 മാർക്കും നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 33+35 എന്നുള്ള റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ തന്നെ ഒരു മിനിമം സ്കോർ നിങ്ങൾക്ക് എത്താൻ പറ്റും അല്ലെ. 33 മാർക്ക് ഈ പറയും പോലെ തന്നെ നമ്മൾ എത്രയാണ് ഇംഗ്ലീഷും മലയാളവും കൂടി ഒരു 33 മാർക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ടൈപ്പ് റൈറ്റിങ്ങും കൂടി ചേർന്നൊരു 35 മാർക്കും കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് 68 എന്ന റേഞ്ചിലേക്ക് ഒരു മിനിമം സ്കോർ എത്തിക്കാനായിട്ട് പറ്റും. നോക്കിക്കേ, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നോക്കിക്കേ 64 ഒരു മിനിമം റേഞ്ച് 68ലേക്ക് എത്തിച്ചാൽ കുറച്ച് ഹാർഡ് വർക്ക് കൂടെ ചെയ്യുന്ന ആൾക്ക് എന്താണ് തീർച്ചയായിട്ടും വളരെ എളുപ്പം നേടാവുന്ന ഒരു പരീക്ഷയാണ് എന്ത് ടൈപ്പിസ്റ്റ് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പിസ്റ്റ് പരീക്ഷ അത്രയധികം സാധ്യതകളുണ്ട്. പഠിക്കുന്ന ടോപ്പിക്കുകൾ വ്യത്യസ്തമാണ്, പക്ഷേ വളരെയധികം സാധ്യതകളുള്ള ഒരുപാടധികം ആൾക്കാർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് എന്ത് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കട്ട് ഓഫുകൾ മറ്റു പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് താരതമ്യപ്പെടുത്തായാൽ ഇതുമായിട്ടൊക്കെ ഒരേപോലെയൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ സിലബസ് മറ്റൊന്നാണ്. പക്ഷെ അത് കൃത്യമായി പഠിച്ചാൽ തീർച്ചയായും എന്താണ് അതിലേക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ജനറൽ നോളജ് എന്ന് പറയുന്ന സാധനമാണ് മിക്കപ്പോഴും പല കുട്ടികളും പറയുന്നത് ഇത് എങ്ങനെ പഠിക്കും, എവിടെ നിന്നൊക്കെ ചോദിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ. പക്ഷേ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചുള്ള 10 മാർക്കാണ് നിങ്ങൾക്ക് എന്തുള്ളത് GK ഉള്ളത്. ഞാൻ ഈ 68 മാർക്ക് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ഞാനൊരു മിനിമം 68 പറഞ്ഞത് ഔട്ട് ഓഫ് 90 ആണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഔട്ട് ഓഫ് 90 മാർക്കിലാണ് നിങ്ങളോട് മിനിമം 68 എന്ന് ഞാൻ പറഞ്ഞത് അല്ലെ, അല്ലെങ്കിൽ മാക്സിമം 68 എന്ന് ഞാൻ പറയാം. വേണമെങ്കിൽ മിനിമം നമുക്ക് ഒഴിവാക്കാം, മാക്സിമം എന്ന് ഞാൻ പറയാം. പിന്നെയും നമ്മളുടെ കയ്യിൽ എന്താണ് 10 മാർക്കിന്റെ GK കിടന്നാൽ അതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് 10 മാർക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു GK ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിങ്ങൾക്കൊരു 7 മാർക്ക് കൂടി എന്തായാലും സ്വന്തമാക്കിയാൽ ഏതാണ്ട് 75 മാർക്കോളം നിങ്ങൾക്ക് എവിടെ എത്താം, ഇവിടെ സ്കോർ മിനിമം എത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആകുമ്പോൾ മാത്രമേ എന്താണ് 100ൽ 75 എന്നൊരു നിലയിലേക്ക് എത്താൻ പറ്റൂ. തീർച്ചയായും എന്താണ് അത് പറ്റും. കാര്യം 10 മാർക്കാണ്. ഈ കാർഡ് പോലെ ചോദിക്കുന്നു എന്ന് നിങ്ങളൊക്കെ പറയുന്ന ഈ GK എന്ന് പറയുന്ന ഭാഗത്തെ നമുക്ക് എന്താണ് വെറും 10 മാർക്കിൽ ഒതുക്കി കൃത്യമായ ടോപ്പിക്കുകൾ വൈസാണ് എന്ത് ടൈപ്പിസ്റ്റിന്റെ മെയിൻസ് പരീക്ഷാ സിലബസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫുകളും അതുപോലെ തന്നെ അഡ്വൈസ് ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ കണ്ടു. അതിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇത് നോക്കിക്കേ, ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തിരുവനന്തപുരം. അതിലെ ടോട്ടൽ ആപ്ലിക്കൻസ് 5406 പേരായിരുന്നു അല്ലെ, 5406 പേരായിരുന്നു. അതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 60 ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ് അത് കോഴിക്കോട് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ 2775 ആപ്ലിക്കൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ കട്ട് ഓഫ് എത്രയാണ് 58 ആയിരുന്നു. അതുപോലെ എറണാകുളം ടോട്ടൽ ആപ്ലിക്കൻസ് 2993 ആണ്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 58 ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇതിന്റെ റേഞ്ച് ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരുപോലെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അതുപോലെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 158 അഡ്വൈസ് ഈ അടുത്ത നമ്മുടെ ഈ മാർച്ച് 13-നാണ് ഏറ്റവും അവസാനമായി അഡ്വൈസ് പോയിട്ടുള്ളത്. ഈ മാർച്ച് 13-നാണ് ഏറ്റവും അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു ടൈപ്പിസ്റ്റ് ഗ്രേഡിലേക്ക് നിങ്ങൾക്കും തീർച്ചയായും എത്താം ഈ ഒരു സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അതിലേക്ക് വരാൻ ഇത്തരം ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായിട്ട് ടൈപ്പിസ്റ്റ് മെയിൻസ് പരീക്ഷ തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഈ പറയുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സിലബസ് അനുസരിച്ചിട്ടുള്ള ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. തൂലിക എന്നാണ് നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ പേര്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബോർഡ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇത്തരം വിവരങ്ങളുമായി നമുക്ക് മറ്റൊരു സെഷനിൽ കാണാവുന്നതാണ്. താങ്ക് യു.